ഞാൻ വെള്ളം ഇറക്കിയിട്ടില്ല. തൊണ്ടയിൽ വെള്ളം പോലും ഇറക്കാൻ പറ്റാതിരുന്നപ്പോ ബിരിയാണി കഴിച്ചെന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് പറയണം. പറയുമ്പോൾ വ്യക്തത ഉണ്ടായിരുന്നു അതിനകത്ത്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതിലിപ്പോ നിങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ തന്നെ കിടന്ന് എനിക്ക് ബോധമുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു പച്ച വെള്ളം അന്നത്തെ ദിവസം ഇറക്കിയിട്ടില്ല. ഫ്യൂണറൽ കഴിഞ്ഞ് ആരൊക്കെയോ ചേർന്ന് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ കഴിച്ചത്. അത് തന്നെയല്ല എൻ്റെ കസിൻസ് എന്നോട് പറഞ്ഞു നീ എന്തെങ്കിലും കഴിക്കണം, കാരണം അവനെ കൊണ്ടുവരുമ്പോൾ, അതായത് സുധി അവനെന്ന് പറഞ്ഞ കസിൻസാണ്, അവരുടെ അളിയന്മാരാണ്. അളിയനെ കൊണ്ടുവരുമ്പോഴത്തേന് ഞങ്ങൾക്ക് നിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ അളിയനെ കൊണ്ടുവരുമ്പോഴത്തേന് ഞങ്ങൾക്കും കാണണം. അപ്പം നീ എന്തെങ്കിലും കഴിക്കണമെന്നുള്ള നിർബന്ധിച്ചിട്ട് പോലും ഞാൻ ഒരു പച്ച വെള്ളം ഇറക്കാതാണ് ഞാൻ അവിടെ നിന്ന്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ല. മനസ്സിലായി. ഫ്യൂണറലിന്റെ അന്ന് വൈകിട്ട് അത് കഴിഞ്ഞിട്ട് കിച്ചുവിൻ്റെ ഒരു കൂട്ടുകാരനും, ആ കുട്ടി ഒരു ആക്സിഡന്റ് മരിച്ചു. കിച്ചുവിൻ്റെ കൂട്ടുകാരൻ ഒരു 19 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആ കുട്ടി അവർ രണ്ടും കൂടെ എന്നോട് പറഞ്ഞു, അമ്മ, ആ കുട്ടി എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്. കിച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ആ കുട്ടിയും കൂടെ പൊറോട്ട എന്തോ കഴിക്കാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നത്തെ വൈകിട്ട് കഴിച്ചത്. അല്ലാതെ ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല, പച്ചവെള്ളം ഇറക്കിയിട്ടില്ല. എന്റെ അപ്പനും അമ്മയും ആരും ഇല്ലായിരുന്നു, ചേച്ചിയും ചേട്ടനും ആരും ഇല്ലായിരുന്നു.